അസ്സലാമു അലൈക്കും. കാലിക്കറ്റ് ഫ്ലേവേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കോഴിക്കോടിൻ്റെ സ്വന്തം ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഏതൊരു പരിപാടി ഉണ്ടെങ്കിലും ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് ഒഴിച്ചുവിടാൻ പറ്റാത്തൊരു ഐറ്റം തന്നെയാണ്. സാധാരണ നമ്മൾ രണ്ട് തരത്തിൽ ചട്ടിപ്പത്തിരി ഉണ്ടാക്കും, എരിവുള്ള ചട്ടിപ്പത്തിരിയും മധുരമുള്ള ചട്ടിപ്പത്തിരിയും. അപ്പോൾ ഇന്ന് നമ്മൾ മധുരമുള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള മധുരമുള്ള ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കരുത്. ബിസ്മില്ലാ. അപ്പോൾ നമ്മൾ ചട്ടിപ്പത്തിരീൻ്റെ പരിപാടികളൊക്കെ തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് മുട്ടപ്പണ്ടത്തിനുള്ളൊരു മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ്. പിന്നെ പലർക്കും ഈ മുട്ടൻ്റെ സ്മെല്ലൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെറിയൊരു ടിപ്പ് പറയാം. നമ്മൾ ഈ മുട്ടൻ്റെ ഈ വൈറ്റ് പാർട്ട് ഉണ്ടല്ലോ, ഇത് ഒഴിവാക്കിയാൽ നമുക്ക് ഒരുവിധം ആ മുട്ടൻ്റെ സ്മെല്ലൊന്ന് ഒഴിവാക്കാം. അതായത് നമ്മൾ ഈ മുട്ടൻ്റെ ഉണ്ണി മാത്രം എടുത്തിട്ട് ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒഴിവാക്കിയെടുക്കാൻ പറ്റും. പിന്നെ നമ്മളിതിലേക്ക് ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ ആ സ്മെല്ല് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്യൂല. പിന്നെ നമ്മൾ ഏലക്കായ പൊടി ചേർക്കുമ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള ഏലക്കായ പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല സ്മെല്ല് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ പഴയ ഏലക്കായ പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് അത്ര അങ്ങോട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിതൊരു 1/2 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനൊരു മുട്ടയ്ക്ക് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊരു 2 ടേബിൾ സ്പൂണ് പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങാപ്പാലല്ല, പശുവും പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 25 ഗ്രാം കിസ്മിസ് വേണം. പിന്നെ ഒരു 50 ഗ്രാം അണ്ടിപ്പരിപ്പും വേണം. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് കസ്കസാണ് വേണ്ടത്. ഞാനൊരു 30 ഗ്രാം കസ്കസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് കഴുകി അരിച്ചെടുക്കണം. ഇതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ കഞ്ഞീൻ്റെ അരിയും രാഗിയൊക്കെ അരിച്ചെടുക്കല്ലോ, അതേപോലെ കഴുകി ഒന്ന് അരിച്ചെടുക്കാം. ഇനി നമ്മൾ ചട്ടിപ്പത്തിരിയിലേക്ക് കലക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ടൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 9 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് ഏലക്കായ പൊടിച്ചതും ഒരു 11 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ട് അലിഞ്ഞ് കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ചട്ടിപ്പത്തിരിൻ്റെ തൊലിക്ക് ആവശ്യമായിട്ടുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുള്ള ഇളം ചൂടുവെള്ളം ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. ഇനി വെള്ളത്തിലേക്ക് ഉപ്പ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിലേക്ക് പൊടിയിലേക്ക് ആദ്യം ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി അരിച്ചെടുത്തിട്ടുള്ള കസ്കസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. ഇപ്പോൾ ഇതാ നമ്മൾ കസ്കസൊക്കെ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്കിത് കുറച്ച് ഗാർണിഷ് ചെയ്യാനും വേണം. പിന്നെ നമ്മൾ മുട്ടൻ്റെ പണ്ടത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കാനും വേണം. ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഓവറായിട്ട് കരിഞ്ഞു പോകുകയൊന്നും ചെയ്യരുത്. ഇനി നമുക്ക് കിസ്മിസും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇനി കിസ്മിസ് ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇത് ഒഴിവാക്കാം, പക്ഷേ അണ്ടിപ്പരിപ്പ് എന്തായാലും ചേർക്കാം കേട്ടോ. അങ്ങനത്തെ കിസ്മിസ് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള 5 മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഈ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ചിക്കി എടുത്തിട്ട് നമ്മൾ ആ മുട്ടപ്പണ്ടം റെഡിയാക്കി എടുക്കാം. ഓവറായിട്ട് ഡ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ തന്നെ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ ഒന്ന് മാറ്റി വെക്കാം നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള കസ്കസൊന്ന് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ മുട്ടപ്പണ്ടം റെഡിയായി.
ഇനി നമ്മൾ ചട്ടിപ്പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള തൊലി പരത്തിയെടുക്കണം. അപ്പോൾ നമ്മളിതാ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ അതൊരു പൂരിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് വേണം ഇത് ഉരുളകളാക്കി എടുക്കാൻ. ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതെല്ലാം ചെറിയ പൂരിൻ്റെ സൈസിൽ അങ്ങോട്ട് പരത്തിയെടുക്കാം. ഇനി ഇത് നമ്മൾ പരത്തി വെച്ചിട്ടുള്ളതെന്ന് ഒരു പത്തിരി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ ചെറുതായിട്ടൊന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. മൈദപ്പൊടിയാണ് കേട്ടോ ഞാൻ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ മേലെ അടുത്തൊരു പത്തിരി വെക്കുക. ഇതേപോലെ തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മേലെ വെച്ച് കൊടുക്കുന്ന പത്തിരീൻ്റെ മുകളിൽ നമ്മളിനി ഓയിൽ തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പൊടി ഇട്ടിട്ട് നല്ല നൈസാക്കിയിട്ട് അങ്ങോട്ട് പരത്തിയെടുക്കാം. പിന്നെ ഞാനിത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അട്ടിക്ക് വെച്ചിട്ട് പരത്തിയെടുക്കുന്നത്. നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് പരത്തിയെടുക്കുന്നതാണ് എളുപ്പം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ നല്ല നൈസായിട്ട് തന്നെ പരത്തിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ ആ ഒരു സൈസിൽ പരത്തിയെടുക്കാം. ഇനി കറക്റ്റ് ആ ഒരു സൈസ് തന്നെ ആവണമെന്നൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയാലും, അതായത് കുറച്ച് വലുപ്പം കൂടിയാലും കുറച്ച് വലുപ്പം കുറഞ്ഞാലും ഒന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമുക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെക്കാവുന്നതേ ഉള്ളൂ. നല്ല നൈസാക്കിയിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ എല്ലാ ഭാഗവും ഒരേ കനത്തിലായിട്ട് തന്നെ പരത്തിയെടുക്കുക. പ്രത്യേകിച്ച് അറ്റത്തൊക്കെ ഈ സൈഡ്സൊക്കെ നല്ല നൈസാക്കിയിട്ട് പരത്താൻ ശ്രദ്ധിക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോ സൈഡും വാട്ടിയെടുക്കാം. ഓരോ സൈഡും ചൂടാവുന്നതിനനുസരിച്ചിട്ട് നമുക്ക് തൊലി ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഓവറായിട്ട് ചൂടായി പോകരുത്. നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. അപ്പോൾ തന്നെ നമുക്ക് തൊലി ഇങ്ങനെ പറിച്ചെടുക്കാം. അത്യാവശ്യം ചൂടോടെ തന്നെ അടർത്തിയെടുക്കണം. ഇത് ചൂടാറി കഴിഞ്ഞാൽ പിന്നെ അടർത്തിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇത് അടർത്തിയെടുക്കുന്ന സമയത്ത് ചെറുതായിട്ട് കീറിപ്പോയെന്ന് വിചാരിച്ചിട്ട് അത് പ്രശ്നമാക്കേണ്ട കാര്യമില്ല. നമുക്കതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മളെ ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മിക്സാണ്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് പശുമ്പാൽ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള കസ്കസിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് നമുക്ക് ചട്ടിപ്പത്തിരീൻ്റെ മേലെ വിതറിയിട്ട് കൊടുത്തിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ട പണ്ടമാണിത്. പിന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ചട്ടിപ്പത്തിരിൻ്റെ തൊലിയും ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ തൊലി വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തുറന്ന് വെക്കരുത് കേട്ടോ. ഞാനിത് ഇത്രയും നേരം കാസറോളിൽ വെച്ചതായിരുന്നു. ഇതിപ്പോൾ സെറ്റ് ചെയ്തെടുക്കാൻ നേരമാണ് ഇങ്ങോട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുള്ളത്. നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങിപ്പോവും. അപ്പോൾ കണ്ടോ, നല്ല നൈസായിട്ടുള്ള തൊലിയാണ്. നമുക്ക് നല്ല ടിഷ്യൂ പേപ്പർ പോലെ ചുരുട്ടിയെടുക്കാം. അത്രയ്ക്കും നല്ല നൈസായിട്ടുള്ള തൊലിയായിട്ട് വേണം പരത്തിയെടുക്കാൻ. എന്നാലേ ചട്ടിപ്പത്തിരി നല്ല സോഫ്റ്റായി കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ചട്ടിപ്പത്തിരി സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ പാത്രത്തിലാണ് ചട്ടിപ്പത്തിരി ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം നമുക്ക് ഈ പാത്രം ഒന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇതിൻ്റെ അടിഭാഗത്തും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾ കുക്കറിലോ അലൂമിനിയം പാത്രത്തിലേക്കാണ് ഇത് ചുട്ടെടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഗ്രീസ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ പാത്രത്തിൻ്റെ ഒരു സൈസ് 24 സെൻറ്റിമീറ്റർ ആണ്. നമ്മൾ 2 കിലോ ഉള്ള ചട്ടിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ സൈസിൽ ഉണ്ടാക്കാനാണെങ്കിൽ ആ ഒരു അളവൊക്കെ ഒന്ന് അതിനനുസരിച്ചിട്ട് കുറച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റത്തെ ലെയർ എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഇത് മുട്ടയിൽ മുക്കിയിട്ടൊന്നല്ല വെച്ച് കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കരിഞ്ഞു പോവുക അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് ഈ അടിഭാഗത്തുള്ള തൊലി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ പണ്ടൊക്കെ അലൂമിനിയം പാത്രത്തിലൊക്കെ ആണല്ലോ ഉണ്ടാക്കിയെടുക്കുക. അപ്പം അടി പിടിക്കാനൊക്കെ ഉള്ളൊരു ചാൻസ് കൂടുതലാണ്. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും അടി പിടിക്കില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും നല്ല സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അടിഭാഗത്ത് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ടൻ്റെ മിക്സിലേക്ക് ഒരു തൊലി എടുത്തിട്ട് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് അത്യാവശ്യം മുട്ടയും കൂടെ കൂട്ടിയെടുത്തിട്ട് നമ്മൾ പാനിലേക്ക് വെച്ച് കൊടുക്കാം. നന്നായിട്ട് നിവർത്തി വിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള മുട്ടപ്പണ്ടം കുറച്ച് വിതറിയിട്ട് കൊടുക്കാം. അതിൻ്റെ മേലെ കുറച്ച്
മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ്. അതും കൂടെ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അത്യാവശ്യം നെയ്യോ ഓയിലോ ഏതായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒന്ന് എടുത്താലും കുഴപ്പമില്ല. ഇനി ഓയിലാണെങ്കിൽ അത് മാത്രം എടുത്താലും കുഴപ്പമില്ല. അത് അത്യാവശ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലേ നമ്മൾ ആ മുട്ടൻ്റെ ഒരു നല്ലൊരു ഫ്ലഫിനെസ് ഉണ്ടാവുകയുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സും ചെയ്തെടുക്കാം. ഒരു തൊലി നല്ലോണം ഡിപ്പ് ചെയ്തെടുത്തിട്ട് നമ്മളെ മുട്ടൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെ കുറച്ച് മുട്ടൻ്റെ പണ്ട ഇട്ട് കൊടുക്കുക. വീണ്ടും മുട്ടൻ്റെ മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വീണ്ടും നമ്മൾ മുട്ടൻ്റെ മിക്സിൽ മുക്കിയെടുത്തിട്ട് തൊലി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ, അത് തമ്മിലൊന്ന് ഒട്ടി പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുട്ടൻ്റെ മിക്സ് വെച്ച് കൊടുക്കുന്നത്. ഒന്ന് അമർത്തി കൊടുക്കുന്നത് നന്നായിരിക്കും. ഞാനിപ്പോൾ 1.5 കപ്പ് മൈദക്ക് 12 തൊലിയാണ് ചുട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടിപ്പത്തിരിൻ്റെ സൈസിനനുസരിച്ചിട്ടും പാത്രത്തിനനുസരിച്ചിട്ടൊക്കെ അതിൻ്റെ അളവിലും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇനി ചെറിയ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ മുട്ടൻ്റെ അളവും മൈദൻ്റെ അളവും ഒക്കെ ഒന്ന് കുറച്ചിട്ടെടുത്താൽ മതി. ഇനി നമ്മൾ ലാസ്റ്റത്തെ തൊലിയും കൂടെ നമ്മൾ മുട്ടൻ്റെ മിക്സിൽ ഡിപ്പ് ചെയ്തെടുത്തിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വെക്കുന്ന തൊലിയും അതേപോലെ തന്നെ ഫസ്റ്റ് വെക്കുന്ന തൊലിയും നല്ല നീറ്റിലുള്ള തൊലി വെക്കാൻ ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ തൊലി ചുട്ടെടുക്കുമ്പോൾ ഏതെങ്കിലും തൊലിയൊക്കെ കീറിപ്പോയതുണ്ടെങ്കിൽ അതൊക്കെ ഇടയിൽ വെച്ച് കൊടുക്കുക. ഫസ്റ്റിലും ലാസ്റ്റിലും നല്ല നീറ്റിലുള്ള കീറാത്ത തൊലി വെച്ച് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇനി സൈഡിലും മേലെയൊക്കെ ആയിട്ട് കുറച്ച് നെയ്യും ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള നമ്മൾ ആ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് മാത്രം എടുക്കുന്നത് അത്ര നന്നായിരിക്കില്ല കേട്ടോ. എടുക്കുകയാണെങ്കിൽ നെയ്യും ഓയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. നെയ്യ് മാത്രമാകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മടുപ്പായിരിക്കും. പിന്നെ അത് ചൂടാറിയാലും അത്ര അങ്ങോട്ട് ടേസ്റ്റായി എന്ന് വരില്ല. അപ്പോൾ എടുക്കുകയാണെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഓയിൽ മാത്രം എടുത്താലും മതി. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് നേരെ അടുപ്പിലേക്ക് വെക്കാം. ഒരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കിയെടുത്തതിന് ശേഷം പിന്നെ നല്ല ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മേലെ കുറച്ചുകൂടെ മുട്ടൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ഡിപ്പ് ചെയ്യാൻ എടുത്തിട്ടുള്ള മുട്ടൻ്റെ മിക്സിലേക്ക് ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിച്ച് ഒഴിച്ച് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. ഇത് നമുക്ക് നമ്മുടെ ചട്ടിപ്പത്തിരിൻ്റെ മേലെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസൊക്കെ അങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള വറുത്ത കസ്കസ് ഉണ്ടല്ലോ, അതും കൂടെ നന്നായിട്ട് അങ്ങോട്ട് വിതറിയിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ അടുപ്പത്തൊക്കെ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ മൂടി കൊണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ അലൂമിനിയ പാത്രത്തിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു അലൂമിനിയത്തിൻ്റെ മൂടി കൊണ്ട് മൂടി കൊടുത്തിട്ട് അതിൻ്റെ മേലെ ചെറുതായിട്ട് കനലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മറിച്ചിടാതെ തന്നെ കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ മേലെയൊക്കെ നല്ലൊരു കളറായി കിട്ടുകയും ചെയ്യും. അപ്പോൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്കാം. ഇപ്പോൾ നമ്മളെ ചട്ടിപ്പത്തിരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറായി ഞാനിപ്പോൾ ഇത് കുക്ക് ചെയ്യാൻ വെച്ചിട്ട്. ഇത് കുക്കായി വരുമ്പോൾ പിന്നെ നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ലോണം കുക്കായിട്ടുണ്ടെന്ന്. ഇനി സംശയം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു സ്ക്വയറോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഇപ്പോൾ ഇതൊക്കെ കണ്ടോ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. സൈഡൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഓവറായിട്ട് മൊരിഞ്ഞിട്ടുമില്ല. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അതൊന്ന് ചൂടാറിക്കോട്ടെ, എന്നിട്ട് നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമില്ല. നമുക്കെന്നാലും മേലൊക്കെ ഒന്ന് നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒന്ന് ചൂടാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വെടിയിച്ചെടുത്തിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മാഷാ അല്ലാ, അടിഭാഗമൊക്കെ നല്ല മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പാനൊന്ന് ഗ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചട്ടിപ്പത്തിരി മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കൊരു 5 മിനിറ്റ് നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മേലെ ഒന്ന് മൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഉഷാറ് ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുമ്പ് തന്നെ നല്ലൊരു ഈസി ചട്ടിപ്പത്തിരിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല സ്പ്രിംഗ് റോൾ ഷീറ്റ്സ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്ടിപ്പത്തിരിയാണത്. ഒരുപാട് പേര് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ തൊലി പരത്തിയെടുക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
അപ്പോൾ ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഐക്കാർഡിൽ കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.